ഗൈസ് 1 മില്യൺ വ്യൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒട്ടും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്കിനനുസരിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡ് ഇടാനുള്ള നമ്മുടെ പവർ കൂടി വരുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒട്ടും മറക്കരുത്, അതുപോലെ സബ് ചെയ്യാൻ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അധ്യായം 495 മുതൽ 500 വരെയുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അച്ഛൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടൊക്കെ വരാം, അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. നീലിമയാണിത് പറയുന്നത്. അപ്പോഴാണ് വിശ്വനാഥൻ അയാളുടെ നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്നതായിട്ട് നീലിമ കണ്ടു. പെട്ടെന്ന് തന്നെ നീലിമ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയ അച്ഛാ? ഒന്നുമില്ല മോളെ, വല്ല ഗ്യാസിൻ്റെതും ആയിരിക്കും. നെഞ്ചിൽ ഒരു കുളത്തൽ പോലെ. വിശ്വനാഥൻ ഇത് പറഞ്ഞു. ഡോക്ടറെ കാണണോ അച്ഛാ? സിദ്ധാർത്ഥാണ് പിന്നീട് ചോദിക്കുന്നത്. തൻ്റെ കുട്ടികൾ തന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അയാൾക്ക് ആ സമയത്ത് മനസ്സിലാക്കാനൊക്കെ സാധിച്ചിരുന്നു. ഇനി താൻ ജീവിച്ചിരിക്കുമ്പോൾ നീലിമക്ക് ഒരു പ്രശ്നം ഉണ്ടാകാനും താൻ കാരണം അനുവദിക്കില്ലെന്ന് വിശ്വനാഥൻ ഉറപ്പിച്ചിരുന്നു. തൻ്റെ മകനെ വളരെയധികം നീലിമ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വനാഥന് മനസ്സിലായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് നീലിമ വേദനിച്ചിട്ടുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരരുത് എന്ന് വിശ്വനാഥൻ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ നീലിമയെ സിദ്ധാർത്ഥിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, വിഷമിക്കണ്ട മോനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ വേദന മാറി. എന്നിട്ട് നീലിമയെ നോക്കിയിട്ട് വിശ്വനാഥൻ പറഞ്ഞു, മോളെ ഗീത നിന്നെയും ഒരു നാൾ മനസ്സിലാക്കും. അന്നവൾ ഒരുപാട് വിഷമിക്കും, നിന്നോട് കുറ്റബോധത്തിൽ മാപ്പ് പറയും. ഇനി അഥവാ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. നീ തന്നെയാണ് എൻ്റെ മകൻ്റെ ഭാര്യ, അതൊരിക്കലും മാറില്ല. ഇത് കേട്ടപ്പോൾ നീലിമ കയ്യിലോട് വീണ്ടും വീണ്ടും സ്നേഹം തോന്നി തുടങ്ങുകയാണ്. പിന്നീട് അവർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വിശ്വനാഥനും സിദ്ധാർത്ഥും ഒക്കെ താഴോട്ട് പോവാണ്. പെട്ടെന്നാണ് അവർ ഫുഡ് കഴിക്കാനിരുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. ആരാണ് ഈ സമയത്ത്? വിശ്വനാഥൻ പറയുന്നുണ്ട്, അത് വല്ല മീഡിയക്കാരും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡോറ് തുറന്നു നോക്കുമ്പോൾ അത് ഹേമന്തായിരുന്നു. ഹേമന്തിനെ കണ്ടതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പോയിട്ട് ഡോറൊക്കെ തുറന്നു. പെട്ടെന്ന് തന്നെ ഒരു പുഞ്ചിരിയോട് കൂടി ഹേമന്ത് സിദ്ധാർത്ഥിനോട് ചോദിച്ചു, അല്ല നീ എന്താ നാട്ടിലില്ലായിരുന്നോ? എന്നെ വിളിക്കാറ് പോയില്ലല്ലോ, എന്നെ മറന്നുപോയോ നീ? ഹേമന്തിനെ ഇത്തരം ചോദ്യങ്ങളൊക്കെ കേട്ട് അവനെ നോക്കിയിട്ട് പറഞ്ഞു, സത്യത്തിൽ ഹേമന്ത് തന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ സിദ്ധാർത്ഥ് ആ സമയത്ത് ആലോചിക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് ഹേമന്തിനെ ക്ഷണിച്ചിട്ട് നീ കയറി വാ. ഹേമന്ത് കയ്യിലെ സമ്മാനപ്പൊതി എന്ന് തോന്നിപ്പിക്കുന്ന 2-3 പൊതികൾ നീലിമയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, അവർക്ക് പാകമാകോ ഇഷ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ ഒരു സമ്മാനമായിട്ട് നീ കണ്ടാൽ മതി. ആ സമ്മാനം നീലിമ സ്വീകരിക്കുകയാണ്. പിന്നീട് ഹേമന്ത് സിദ്ധാർത്ഥിനോടായിട്ട് സംസാരിക്കുകയാണ്. നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരുന്നു, നിനക്ക് കുഞ്ഞുണ്ടായതും ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നിനക്ക് എൻ്റെ സാമീപ്യം വളരെയധികം അത്യാവശ്യമാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നിന്റെ അമ്മയെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്നും എത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുണ്ടെന്നും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. വിഷമിക്കരുത് എന്ന് പറയാൻ കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നത്. ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് അവനെ തന്നെ നോക്കി. സത്യത്തിൽ അവന് ഒരു സുഹൃത്തിൻ്റെ ആവശ്യം ഒരുപാടുള്ള സമയം തന്നെയായിരുന്നു. എത്രയൊക്കെ വെറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗീത അവൻക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. ഇപ്പോഴാണ് അമ്മയെ പൂർണ്ണമായും തള്ളിക്കളയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടി എടുക്കുന്ന തീരുമാനം തന്നെയായിരുന്നു. പിന്നീട് ഹേമന്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം മുകളിലോട്ട് പോവാണ് സിദ്ധാർത്ഥിൻ്റെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അവനിക്ക് എടുക്കാനോ ലാളിക്കാനോ ഒന്നും സാധിച്ചില്ല. പിന്നീട് നീലിമയോടായിട്ട് പറയുന്നുണ്ട്, കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരികെ പോവും. ഇപ്പോൾ സിദ്ധുവിന് എൻ്റെ ഒരു സാമീപ്യം ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഹേമന്ത് പറയുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥിന് ആ സമയത്ത് അറിയാം ഹേമന്ത് തന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹേമന്തിനെ പിണക്കാനും തനിക്ക് പറ്റില്ല. പക്ഷേ തനിക്ക് ഒരുപാട് ആവശ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായവും ഹേമന്തിൻ്റെ കയ്യിൽ നിന്ന് വേണമായിരുന്നു. പക്ഷേ പിന്നീട് സിദ്ധാർത്ഥ് ഇതൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴും ഹേമന്ത് തിരികെ പോവാണ്. കാരണം പഴയ സുഹൃത്തും ഒരുപാട് ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടുള്ള ഒരു ദിവസമായിരുന്നു ഹേമന്തിന് അന്ന്. ആ ഒരു പിണക്കം മാറിയതിലുള്ള സന്തോഷം തന്നെയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മുഖത്തും. പക്ഷേ അവൻക്ക് എന്തൊക്കെയോ ഭയമൊക്കെ സിദ്ധാർത്ഥിന് മനസ്സിലുണ്ടായിരുന്നു. അത് ഭാര്യയെയും കുട്ടികളെയും ഒക്കെ കുറിച്ച് ഓർത്തിട്ട് തന്നെയായിരുന്നു. പിന്നീട് സിദ്ധാർത്ഥിനോടായിട്ട് അമൽ എന്ന് പറയുന്ന ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ട്. ബിസിനസ് കാര്യങ്ങളാണ് അവനോട് സംസാരിക്കുന്നത്. വെള്ളിത്തിരയിലേക്ക് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളാണ് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. എന്നിട്ട് സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്, അതിനൊരു കഥയും കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് വളരെയധികം താല്പര്യത്തോടു കൂടെയാണ് അയാളോട് സംസാരിച്ചതും. സിനിമയിൽ ഞാൻ താങ്കളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തമാശ പറഞ്ഞതൊന്നുമല്ലല്ലോ, സഹായം എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ, ഷോർട്ട് ഫിലിമോ വല്ലതും ആണോ? അപ്പോൾ മറുതലക്കെന്ന് പറഞ്ഞു, അല്ല, ഞാൻ ആ കഥ ഒന്ന് ചുരുക്കി പറയാം. മിസ്റ്റർ സിദ്ധാർത്ഥ് ഈ സ്റ്റോറി ഒന്ന് കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സിദ്ധാർത്ഥന് മനസ്സിലായില്ല. അങ്ങനെ അമൽ പറഞ്ഞു തുടങ്ങാണ്. ചെറുപ്രായത്തിൽ അമ്മയാകേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കഥ. അവൾ സിറ്റിയിലേക്ക് എത്തപ്പെടുന്നു. വളരെയധികം പ്രയാസപ്പെട്ടാണ് അവൾ ജീവിക്കുന്നത്.
ആ അമ്മയും അവരുടെ 5 വയസ്സ് ഉള്ള മകനും അവിചാരിതമായി ഒരു പണക്കാരന് മുന്നിൽ എത്തിപ്പെടുന്നു. അയാൾ അല്പം ദേഷ്യക്കാരനാണ്. ഫാമിലി ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും സ്വന്തമായി കഴിവ് തെളിയിച്ചിട്ടുള്ള ആളൊക്കെ തന്നെയാണ്. അയാൾ അവരെ സംരക്ഷിക്കുന്നു. പിന്നീട് അവരെപ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്നു. പിന്നീട് വിവാഹിതരാകുന്നു. ഒരിക്കൽ അവൾ അറിയുന്നു തൻ്റെ അച്ഛൻ്റെ കുട്ടിയാണ് അവരെ സംരക്ഷിക്കുന്നത് എന്നതൊക്കെ അറിയുന്നു. പിന്നീട് അതറിഞ്ഞ് ഒരുമിച്ച് ജീവിതം തുടങ്ങുമ്പോൾ അവർക്കിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും അവർക്കിടയിലെ ഒരു റൊമാൻറ്റിക് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഈ കഥ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അയാളോട് സിദ്ധാർത്ഥ് ചോദിച്ചു, ഇതെൻ്റെ കഥയല്ലേ? സ്വന്തം കഥ മറ്റൊരാളിൽ നിന്ന് കേട്ട് ആ ഒരു സന്തോഷം സിദ്ധാർത്ഥിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതെ, ഇത് നിങ്ങളുടെ കഥയാണ്, പക്ഷേ എനിക്കിതൊരു സിനിമയാക്കിയാൽ കൊള്ളാമെന്നുണ്ട് അമൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് നീലിമയോട് ചോദിച്ചിട്ടല്ലേ എന്തിനും മറുപടി പറയാൻ പറ്റുള്ളൂ എന്നാലോചിച്ചു. ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചാൽ മതിയോ? ഞാൻ ഈ ഒരു കാര്യം ഒരാളോട് കൂടെ ആലോചിക്കാനുണ്ട്. ഓ ഷുവർ, നിങ്ങൾ പിന്നീട് വിളിച്ചാൽ മതി. അല്ല, ആരോടാണ് ഈ കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം. ടേക്ക് യുവർ ടൈം. അത്രയും പറഞ്ഞ് ആ ഒരു കോള് കട്ടാവുകയാണ്. പിന്നീട് സിദ്ധാർത്ഥ് നീലിമയോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ എത്തിയിട്ടും കാര്യമൊന്നും സിദ്ധാർത്ഥ് നീലിമയോട് പറഞ്ഞില്ല. പക്ഷേ സിദ്ധാർത്ഥിന് എന്തോ പറയാനുണ്ടെന്നുള്ളത് നീലിമയ്ക്ക് മനസ്സിലായി. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാനുള്ളത്? എന്താണെങ്കിലും പറ എന്നൊക്കെ നീലിമ പറയുന്നുണ്ട്. എടോ, നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം സിനിമയാകാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ നീലിമക്ക് വളരെയധികം സന്തോഷമൊക്കെ തോന്നി. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, എന്തേ വിശ്വാസം വരുന്നില്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണോ? നിന്റെ കഥ സിനിമയാകാൻ പോകുന്നു. അത് കേട്ടപ്പോൾ നീലിമ അവനെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, ശരിക്കും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നേയില്ല. എൻ്റെ കഥ സിനിമയാകും എന്നുള്ളത് ഞാൻ സങ്കല്പിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പം എന്താ പറയുക, എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞു വരുമ്പം ശരിക്കും ഇതെൻ്റെ കഥയൊന്നുമല്ല, നിങ്ങളുടെ കഥയാണ്. ഇതെല്ലാം നിങ്ങൾ കാരണമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെനിക്കൊരു ജീവിതം തന്നില്ലേ, എന്നെ സംരക്ഷിച്ചില്ലേ, എന്നെ സ്നേഹിച്ചില്ലേ, എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കുകയും ചെയ്തില്ലേ, നല്ലൊരു അച്ഛനായില്ലേ, എല്ലാത്തിലും ഉപരി എനിക്ക് നല്ലൊരു ഭർത്താവായില്ലേ. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മുടെ കഥ സിനിമയാകും എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സിദ്ധു. എന്നിട്ട് സംവിധായകനോട് നിങ്ങൾ എന്താ പറഞ്ഞത്? നീലും ആകാംക്ഷയോടാണ് ചോദിക്കുന്നത്. അവൾക്ക് സത്യത്തിൽ അമൽ ഉദയനോട് നോ പറഞ്ഞു കാണുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞാണ് കോള് കട്ട് ചെയ്തതെന്ന് സിദ്ധാർത്ഥ നീലിമയുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ നിനക്ക് ഇത്രയും സന്തോഷം ആവുമെന്നറിഞ്ഞെങ്കിൽ ഞാൻ അപ്പോഴേ ഓക്കെ പറയുമായിരുന്നില്ലേ. ഈ കാര്യത്തിൽ നിന്റെ തീരുമാനം അറിയാതെ ഒന്നും പറയാനൊന്നും സാധിക്കില്ലല്ലോ. നീലിമയുടെ കയ്യിൽ പിടിച്ചോണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ല, ഇനി ഈ സിനിമ ഇറക്കുന്ന സമയത്ത് ഇതിൽ അഭിനയിക്കാനൊക്കെ ആൾക്കാരെ വേണമായിരിക്കുമല്ലേ? ആ സമയത്ത് നമ്മുടെ കമ്പനിയിൽ തന്നെ ആളെ എടുത്താൽ പോരെ? അപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞു, ഇനി ഇത് മലയാളത്തിലാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു മലയാളി ആക്ട്രസ് ആവാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലുള്ള നടന്മാരൊക്കെ എത്രയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയതിൽ മാത്രമേ അവരെയൊക്കെ കാണാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞില്ല. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ, ഞാൻ സംസാരിച്ചു നോക്കാം, സിദ്ധാർത്ഥ് പറഞ്ഞു. ഈ സമയം നീലിമ സിദ്ധാർത്ഥിനോട് പറയുന്നത് മറ്റാരുടെയും പേരല്ല, സൂര്യയുടെ പേര് തന്നെയായിരുന്നു. കാരണം സൂര്യയുടെ എല്ലാ കഴിവുകളും കണ്ടെത്തിയത് നീലിമയാണ്. അവൻ ആ ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാവും എന്നുള്ളതൊക്കെ കണ്ടെത്തിയത് നമ്മുടെ നീലിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ആ ഒരു പേര് തന്നെയാണ് അമൽ ഉദ്യോഗിനോട് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നീട് നീലിമ സൂര്യയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ കഥ സിനിമയാകാൻ പോവുകയാണ് എന്നൊക്കെ. ഓ, നിങ്ങളുടെ കഥ സിനിമയാകാനോ? അതെ, ആരാണ് അതിന് സ്റ്റോറിയൊക്കെ എഴുതുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയണ്ടേ, അമൽ ഉദ്യോഗിനെ നിനക്കറിയില്ലേ? അയാളാണ്. ഓ, അത് ഫേമസ് ആണല്ലോ, എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ സൂര്യ തിരിച്ചും പറയുന്നുണ്ട്. എന്നിട്ട് നീലിമ പറയുന്നുണ്ട്, നീയാണ് അതിൽ അഭിനയിക്കാൻ പോകുന്ന ആള് എന്ന് പറയുന്ന സമയത്ത് സൂര്യക്ക് വല്ലാതെ സന്തോഷം തോന്നുകയാണ്. കാരണം അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അയാളുടെ ഒരു സ്റ്റോറിയിൽ എന്തെങ്കിലും ഒരു റോള് കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഞാൻ നോ പറയും? ഞാൻ ഒരിക്കലും അത് പറയില്ല എന്ന് സൂര്യ പറയുന്നുണ്ട്. അങ്ങനെയാണോ? എന്നാൽ അമൽ ഉദയുടെ സിനിമയിൽ നീയാണ് നായകനെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കേട്ടപ്പോൾ സൂര്യ അത് അന്തം വിട്ട് നിൽക്കുകയാണ്. അയ്യോ, ഇത് സത്യമാണോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സൂര്യ ആകാംക്ഷയോടെയാണ് സിദ്ധാർത്ഥിൻ്റെ നേർക്ക് നോക്കിയിട്ട് ഇതൊക്കെ ചോദിക്കുന്നത്. ആ ഉത്സാഹം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു, സത്യമാണ്, എനിക്ക് വിശ്വസിക്കാം. പറയുന്നത് ഞാനാണല്ലോ, നിന്നെയാണ് കാസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യം അയാളോട് ഞാൻ സംസാരിച്ചിട്ടില്ല, നിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചു എന്ന് സിദ്ധാർത്ഥ് സൂര്യയോട് പറഞ്ഞു. ഈ സമയത്തും സൂര്യയുടെ മനസ്സിൽ ഏകദേശം എന്തൊക്കെയോ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, തന്നെ പോലെ ഒരു പുതിയ ആളെ അമലുദ്വൈ അയാളുടെ സിനിമയിൽ എടുക്കോ എന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു. പിന്നീട് പഴയ ശത്രുക്കളൊക്കെ ഒന്നിക്കുന്ന ഒരു എപ്പിസോഡാണ് വരുന്നത്. സാമലക്സും ജഗിനും ഇവരൊക്കെ ഒന്നിക്കുന്ന ഒരു എപ്പിസോഡ്.
തൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സാം അലക്സ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടി വിയിൽ ഈ ഒരു ന്യൂസ് കാണുന്നത്. എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ നിന്നുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു അത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണ് സാം അലക്സ്. അവന് വളരെ ഇഷ്ടമുള്ള ഒരാൾ തന്നെയായിരുന്നു അമലുദ്വൈ. അതുകൊണ്ട് അയാളുടെ പുതിയ സിനിമകളെക്കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വളരെ കൗതുകത്തോടെ തന്നെയാണ് സാം നോക്കിക്കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസിൽ അയാൾ കണ്ടത് അമലുദ്വൈൻ്റെ പുതിയ സിനിമ അനൗൺസ് ചെയ്തു. പ്രശസ്ത വ്യവസായിയും എൻ്റർടൈനറും കൂടിയായിട്ടുള്ള സിദ്ധാർത്ഥ് വിശ്വനാഥിൻ്റെ ജീവിതകഥയാണ് ഡയറക്ടർ അമൽ ഇത്തവണ സിനിമയാക്കുന്നത് എന്നതായിരുന്നു ആ ന്യൂസ്. അത് കേട്ടപ്പോൾ സാം അലക്സിന് വളരെയധികം ആശങ്കയായി. ആ ഒരു ജീവിതം സിനിമയാക്കാൻ മാത്രം ഉള്ള ഒരു ഉയർന്ന ജീവിതം തന്നെയാണെന്ന് സാം തീരുമാനിച്ചു. ഈ സമയത്ത് സാം അലക്സ് അസൂയ കൊണ്ടും അതുപോലെ തന്നെ ദേഷ്യം കൊണ്ടും ഇരിക്കുകയാണ്. കാരണം സിദ്ധാർത്ഥിൻ്റെ ജീവിതം സിനിമയാക്കുക എന്നുള്ളത് ഇവനക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ സമയം ഇവൻ തീരുമാനിച്ചു വെച്ചത് എന്തായാലും അമലുദ്യോഗിനോട് കാര്യങ്ങൾ പറയണം. അവരുടെ ലൈഫ് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവാൻ മാത്രമുള്ള കാര്യമൊന്നുമില്ല. ഈ സമയത്ത് സാം കിരണിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കിരണിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ത്യാഗപൂർണമായിട്ടുള്ള ഒരു പ്രണയകഥയാണല്ലോ അയാൾ എടുക്കാൻ പോകുന്നത്. പക്ഷേ നീലിമയുടെ ജീവിതത്തിൽ അതിനു മുന്നേയുള്ള കഥകൾ എന്താണെന്ന്, മറ്റൊരാൾ ചതിച്ചിട്ടാണ് സിദ്ധാർത്ഥിനെ സ്വന്തമാക്കിയത് എന്നൊക്കെ ഇവർ ന്യൂസ് പറഞ്ഞു വിട്ടാൽ ഈ സിനിമ അതോടെ അവസാനിക്കും എന്നൊക്കെയാണ് കിരണും അതുപോലെ സാമും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നീലിമ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കിരണിന് അറിയാം. പക്ഷേ സിദ്ധാർത്ഥിനെ തോൽപ്പിക്കണം എന്നുള്ള ഒറ്റൊരു ചിന്ത മാത്രമേ ഉള്ളൂ കിരണിൻ്റെ മനസ്സിൽ. ഈ സമയത്ത് കിരണും സാമും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥിന് എന്തെങ്കിലും സംഭവിക്കണം, അതിന് ഷൂട്ടിംഗ് സൈറ്റിലായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ അവളെക്കാളും ഭംഗിയുള്ള നടിമാരെ ഇറക്കി കഴിഞ്ഞാൽ നീലിമയ്ക്ക് പോസസീവ്നെസ് അടിക്കും. ആ സമയത്ത് നീലിമ സിദ്ധാർത്ഥിനോടായിട്ട് പറയല്ലോ ഈ സിനിമ ചെയ്യണ്ട എന്നുള്ളത്. ഈ സമയം സാം അലക്സ് പറഞ്ഞു കിരണിൻ്റെ അടുത്ത്, ബ്രില്യൻ്റ്, നീ ചിന്തിച്ചതൊക്കെ വളരെയേറെ അങ്ങേയറ്റം പവർഫുൾ മൈൻഡാണത് നിനക്ക് എന്നൊക്കെ പറഞ്ഞ് കിരണിനെ ഇങ്ങനെ ആക്കുന്നുണ്ട്. ആ സമയത്ത് കിരണ് സാമിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വീണ്ടും സാമ് തുടരുകയാണ്, നിനക്കെന്താ വട്ടാണോ? ഈ ഐഡിയ ഞാൻ എൻ്റെ ഐഡിയ നിന്നോട് പറഞ്ഞപ്പോൾ നീ ഇങ്ങോട്ട് ചാടി കളിച്ചല്ലോ. നീ ഈ ഒരു ഐഡിയ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കിരൺ. പോസസീവ്നെസ് ഒന്നും ഇവിടെ വർക്കാവില്ല. അവളുടെ കാര്യം നോക്കി പോവും, അത്രേ ഉള്ളൂ. അത് കേട്ട് കിരൺ ചമ്മിയ മട്ടിലാണ് പിന്നീട് ഇരിക്കുന്നത് തന്നെ. എടാ, ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ഐഡിയ ആണ് കിട്ടിയത്. അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല മോനെ. നീ പറഞ്ഞ ഐഡിയയിൽ നിന്ന് ചെറിയൊരു കാര്യം നമുക്കെടുക്കാം. ഒരു സുന്ദരിയായ പെണ്ണിന് ക്രഷുണ്ട്, സിദ്ധാർത്ഥിന് അങ്ങോട്ട് ക്രഷുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ന്യൂസ് അങ്ങോട്ട് ഇറക്കാം. ആ ന്യൂസ് കാണുമ്പോൾ നീലിമ സിദ്ധാർത്ഥിനെ സംശയിക്കുമല്ലോ. ആ പെണ്ണ് സൈറ്റിൽ വന്ന് ഓർക്കും ചെയ്യട്ടെ. അതോടുകൂടി അവരുടെ ജീവിതകഥ അത്ര വലിയ കഥയൊന്നും അല്ല എന്ന് പ്രൊഡ്യൂസറും സംവിധായകരും ഒക്കെ അറിയും. ലൊക്കേഷൻ പ്രശ്നങ്ങളുണ്ടായാൽ അതുവഴി അവരിതേ തന്നെ ഈ സിനിമയുടെ തീരുമാനം മാറ്റുമല്ലോ. അത് നല്ല ഐഡിയ അല്ലേ? എനിക്കതാ തോന്നുന്നത്. സാം പറഞ്ഞ ഈ ഒരു ഐഡിയ കിരണിനും നല്ലതാണ് എന്നൊക്കെ തോന്നുകയാണ്. കിരൺ പിന്നീട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സംഗതി കൊള്ളാം, പക്ഷേ ഞാൻ പറഞ്ഞ മണ്ടൻ ഐഡിയയിൽ നിന്നാണല്ലോ നിനക്കിത് കിട്ടിയത്. അതുകൊണ്ട് ഇതിൻ്റെയും ക്രെഡിറ്റ് എനിക്ക് തന്നെ വേണം. ഇതെന്താണ് ഇയാളൊരു കൊച്ചു പിള്ളേരെ പോലെ എന്ന് ചിന്തിച്ച് സാം പറഞ്ഞു, ക്രെഡിറ്റ് നീ തന്നെ എടുത്തോ, പക്ഷേ ഇവനെ ഒന്ന് തരം താഴ്ത്തി കാണിച്ചാൽ മാത്രം മതി. അർഹത ഇല്ലാത്ത ഒരുത്തനും കയറി അങ്ങ് ഞെകളിക്കണ്ട. ആരാവൻ? ഒരുവളെ പ്രേമിച്ച് ഒരു കുട്ടിയെയും കൊടുത്ത് സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു മണ്ടൻ, അത്രയേ ഉള്ളൂ. അത് കേട്ട് കിരൺ പറഞ്ഞു, എന്തായാലും കാര്യങ്ങളെല്ലാം നീ ഉടനെ തന്നെ മുന്നോട്ട് നീക്ക്. നമ്മുടെ നായിക തന്നെ ആയിക്കോട്ടെ ആദ്യമായി ലൊക്കേഷനിലൊക്കെ എത്തുന്നത്. അതേസമയം സാമും കിരണും കൂടെ പ്ലാൻ ഇടാണ് അവരുടെ ആർട്ടിസ്റ്റുകളെ അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കിരണായിട്ട് പറയുന്നുണ്ട്, നമ്മളൊരു ആർട്ടിസ്റ്റിനെ അങ്ങോട്ട് അയച്ചിട്ടൊന്നും കാര്യമില്ല, അവർ സെലക്ട് ചെയ്യുന്നില്ല. അയാൾ അതിന് മുന്നേ തന്നെ ഒരു ഓഡീഷൻ വെച്ച് കാണും. എന്തായാലും ഓഡീഷനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വരട്ടെ, നമുക്ക് നോക്കാം. നമ്മളുടെ ആർട്ടിസ്റ്റുകളെ അങ്ങോട്ട് പറഞ്ഞേക്കുമ്പോൾ മാത്രമാണ് നമുക്കും അതിൻ്റെ ഉള്ളിൽ കയറി പറ്റാൻ കഴിയുള്ളൂ എന്നൊക്കെ സാമും പറയുന്നുണ്ട്. പിന്നീട് സാമിൻ്റെ ചിന്തയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിൻ്റെ ജീവിതം സിനിമയാക്കുന്നത് നിർത്തണം, അവന് അങ്ങനെ അങ്ങ് വളരണ്ട എന്നുള്ളതൊക്കെയാണ്. അതിനുള്ള പ്ലാനിങ്ങും അവൻ തുടങ്ങി കഴിഞ്ഞിരുന്നു.